നോളന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ലോജിക്കില്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന് പറഞ്ഞ മൂവി അനൗൺസ് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ അത്ര ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ടില്ല. ഇതൊരു ഗ്രീക്ക് മിത്തോളജി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിൽ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്, കുറേ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്, കുറേ ദേവതകളും ദൈവങ്ങളും എല്ലാം ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്തിൽ കാണിക്കുക എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത ഫസ്റ്റ് ദിവസം തന്നെ പോയി കണ്ടു. ഏകദേശം 3 മണിക്കൂറായിരുന്നു മൂവി, ഇൻ്റർവെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 3 മണിക്കൂർ കണ്ടു തീർക്കാൻ വേണ്ടി യാതൊരു പ്രയാസം ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ട് അത്ര കൺവിൻസ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന മൂവി. അതായത് സൗണ്ട് ഡിസൈൻ ആയാലും ഫ്രെയിംസുകളായാലും ഇപ്പോൾ അഭിനയിച്ച ആൾക്കാരൊക്കെ അവർ 100% അവർ കൊടുത്തിട്ടുണ്ട്. അത്ര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ള പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വന്നിട്ടുള്ള കഥയാണെങ്കിലും ഇതിൽ യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളോ, അതായത് ദൈവങ്ങളെ നേരിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ദൈവങ്ങൾ ശപിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡയറക്റ്റ് കാണിച്ചിട്ടില്ല. ഈ കഥ അറിയാവുന്നവർക്ക് അറിയാം പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്, വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഇത്ര ബുദ്ധിമുട്ട് വരുന്നതൊക്കെ കഥ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. കഥ അറിയാത്ത ആൾക്കാർക്ക് ഇത് കൺവേ ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഡയറക്റ്റ് അങ്ങനെ കൊടുത്തിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതൊന്നും കൊടുത്തിട്ടില്ല. എല്ലാവരും വളരെ ലോജിക്കായിട്ട് വളരെ ഒരു ആളുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അത് കൂടാതെ കാണിക്കാൻ പറ്റാത്ത മാത്രമാണ് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവേഴ്സായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഭീകരജീവികളെ കാണിക്കുന്നതും പിന്നെ ഒരു ആത്മാക്കളുള്ള സ്ഥലത്ത് പോകുന്നതും ആ ഒരു കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അധീന ദേവത എന്ന് പറഞ്ഞിട്ടൊരു ദേവതയുണ്ട്. പുള്ളിക്കാരി ഈ ഒഡീസിയസിൻ്റെ ഒപ്പം നടക്കണതും അതൊക്കെ ഒരു ഇല്യൂഷൻ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ശരിക്കുള്ള സ്റ്റോറിയിൽ ഈ അധീന എന്ന് പറഞ്ഞ ദേവതനെ ബാക്കിയുള്ളവർക്കും കാണാൻ പറ്റുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ വേറെ ആർക്കും ഈ ഒരു ദേവതനെ കാണാനൊന്നും പറ്റില്ല, പുള്ളിക്കാരന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം എവിടേക്കാണോ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. പക്ഷേ ലോജിക്ക് അല്ലാത്തൊരു കാര്യം എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ലോജിക്കില്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താണെന്ന് വെച്ചാൽ ട്രോയ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ 2004 പുറത്തു വന്നിട്ടുള്ള ട്രോയ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാൻ പറ്റും. ഈ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനം ഈ ഒരു ഒഡീസിയസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു കുതിരയുണ്ട്. അതായത് ഇവരെ കയ്യിലുള്ള മരങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു കുതിര രൂപം ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് ഒരു ചതിയിലൂടെ ഇതിൻ്റെ സിറ്റിയുടെ ഉള്ളിൽ കയറുന്നത്, ഈ മതിലിൻ്റെ അകത്തേക്ക് കയറുന്നതും പിന്നെ ട്രോയ് എന്ന് പറയുന്ന നഗരം കത്തിച്ചാമ്പലാക്കി പൊളിച്ചടക്കുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ട്രോയ് എന്ന് പറഞ്ഞ മൂവിയിൽ അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ലോജിക്ക് പരമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ട്രോയ് എന്ന് പറഞ്ഞ മൂവിയിൽ. അതായത് 10 വർഷമായി അവരായ മതിലിൻ്റെ പുറത്ത് കാത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഇതില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര പരിമിതമാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ ഈ ഹോഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ നോളം ചെയ്ത് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോഴ്സാണ്. അതായത് തലയും കാലും ഈ ഉടലുകളൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക ഒരു ലേസർ കട്ടിങ്ങിൽ ചെയ്ത പോലെ അത്രയും ഷാർപ്പായിട്ട് ഡീറ്റെയിലിങ് ചെയ്തിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ലോജിക്കലി അത് കറക്റ്റല്ല. എന്നാൽ ആ ഒരു കാലയളവിൽ അത്ര ചെറിയ സമയം കൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുതിരനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ലോജിക്കായിട്ട് തോന്നിയില്ല. അതാണ് എനിക്ക് ഏറ്റവും കല്ലുകടിയായിട്ട് തോന്നിയത് ഈ മൂവിയിൽ. അതുകൂടാതെ സില്ല എന്ന് പറയുന്ന ഈ ഒരു 6 തലയുള്ള സർപ്പുണ്ടല്ലോ, അത് ശരിക്കും ഗ്രീക്ക് മിത്തോളജിയിൽ അത്ര ഭീകരമായിട്ടുള്ളൊരു ജീവിയാണത്. അതൊരു ദേവതയുടെ ഒരു ഇതിൽ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു ഭീകര ജീവിയാണ്. പക്ഷേ അതിന് വളരെ മോശമായിട്ടാണ് ഈ മൂവിയിൽ കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അത് ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അത് കുറേ മൂവീസ് ഇതിനു മുമ്പും ഈ ഒരു തീമിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ മൂവികളിലൊക്കെ അത്യാവശ്യം ഭീകരതയോടുകൂടി തന്നെയാണ് ഈ ഒരു ജീവിനെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പക്ഷെ ഒരു കോമഡി പീസ് ജീവിയായി പോയി. അതെന്തോ ഒരു കളിക്കുന്ന ടോയ് പോലെ, അല്ലെങ്കിൽ അതൊരു ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല ഈ ഒരു സീൻ. ഈ ഒരു സംഭവം, ഈ 2 സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മൂവി എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അതിഗംഭീരമായിട്ടുള്ള മൂവിയാണ്. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് അതൊരു വമ്പൻ നഷ്ടമായിരിക്കും.